CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം തെക്കേ അങ്ങാടി അപകടം. പരിക്കേറ്റ പ്രദേശവാസി മരിച്ചു. ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തെക്കേ അങ്ങാടി സൌത്ത് ബസാർ സ്വദേശി വലപ്പാക്കത്ത് വീട്ടിൽ 65 വയസ്സുള്ള പോൾസണാണ് മരിച്ചത്. മഴക്കെടുതി. തൃശൂർ ജില്ലയ്ക്ക് പ്രത്യേക പരിഗണന നൽകി പരമാവധി സഹായം ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജില്ലാതല ഉദ്യോഗസ്ഥർ പങ്കെടുത്ത മഴക്കെടുതി അവലോകന യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ശക്തമായ കാറ്റിലും മഴയിലും തൃക്കണപ്പതിയാരത്ത് മരക്കൊമ്പ് പൊട്ടി വീണ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തേക്കിന്റെ ശിഖരമാണ് പൊട്ടി വൈദ്യുത കമ്പിയിലേക്ക് വീണത്. കാഞ്ഞിരക്കോട് മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. കൊരട്ടിയംകുന്ന് കാവീട്ടിൽ ദേവുവിന്റെ വീടിന്റെ മുകളിലേക്കാണ് മരം വീണത്. കാട്ടകാമ്പാലിൽ തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ഇസ്രായേൽ കപ്പളേങ്ങാട്ട് പ്രേമന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. പുലിക്കളിക്ക് പുറമെ കുമ്മാട്ടിക്കളി നടത്താനും സർക്കാർ അനുമതി. തൃശൂർപേരൂർ കുമ്മാട്ടി സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരള കുമ്മാട്ടി സംഘം പ്രതിനിധികളും വിവിധ ദേശകുമ്മാട്ടികളുടെ പ്രതിനിധികളും റവന്യൂ മന്ത്രി കെ രാജനെ കണ്ട് കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയിരുന്നു. തെരുവ് നായ്ക്കളുടെ വിളയാട്ടം. ബൈക്കിന്റെ സീറ്റ് കീറിപ്പൊളിച്ച നിലയിൽ. തിരുവത്ര ആലിപ്പിരി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ചിന്നക്കൽ അബാറിന്റെ ആക്സസ് ബൈക്കിന്റെ സീറ്റാണ് തെരുവ് നായ്ക്കൾ കീറിപ്പൊളിച്ചത്. കേരളത്തിലെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയെ തകർക്കുന്ന സർക്കാർ നടപടികൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കുന്നംകുളത്തും ധർണ നടത്തും. കോക്കൂരിൽ ഗൃഹനാഥയെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോക്കൂർ മഠത്തുംപുറത്ത് പരേതനായ പാലാട്ട് ബാലകൃഷ്ണന്റെ ഭാര്യ 73 വയസ്സുള്ള രാധാമണിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാവക്കാടിന്റെ നന്മയും വിശുദ്ധിയും വിളിച്ചോതിയുള്ള ആദ്യ സിനിമാ ഗാനം പുറത്തിറങ്ങി. ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന സിനിമയിലെ ഊതുപെയ്യും ഒരു കാറ്റുപായുമിടം ചാവക്കാട് എന്ന ഗാനമാണ് പുറത്തിറങ്ങിയത്. എരുമപ്പെട്ടി മങ്ങാട് ശ്രീനാരായണ ദർശന പ്രചരണ യോഗം കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗുരുജയന്തിയോടനുബന്ധിച്ച് ഓണക്കോടി വിതരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ കലയുടെ കേളികൊട്ടുയർത്തി കലോത്സവത്തിന് തിരിതെളിഞ്ഞു. തൃശൂർ ജില്ലയിലെ മികച്ച കൃഷി ഓഫീസറായി തിരഞ്ഞെടുത്ത കുന്നംകുളം കൃഷിഭവൻ ഓഫീസർ S. ജയനെ നഗരസഭ 6ാം വാർഡ് കമ്മിറ്റി ആദരിച്ചു. കൊൽക്കത്തയിൽ ഡോക്ടർക്ക് നേരെയുണ്ടായ ക്രൂരമായ അതിക്രമങ്ങൾക്കെതിരെ അക്കിക്കാവ് PSM ഡെന്റൽ കോളേജ് സ്റ്റുഡന്റ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. ചാവക്കാട് ഓട്ടോ ഡ്രൈവേഴ്സ് സഹായ സംഘത്തിന്റെ അർദ്ധവാർഷിക യോഗവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നെൽവിത്ത് വിതരണം ചെയ്തു. കുന്നംകുളം ഉപജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ചാമ്പ്യന്മാരായി ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ AITUC കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. എയ്യാൽ ശ്രീനാരായണ മന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ജയന്തി ആഘോഷിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ ലോങ് ജംപ് ഉദ്ഘാടനം നടന്നു. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷനായി. റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി DYFI വേലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ കപ്പ വിൽപ്പന നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.